എല്ലാവർക്കും CK ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്നലെ നടന്ന മത്സരത്തിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പരിശീലകനും മോഹൻ ബഗാന്റെ പരിശീലകനും പറഞ്ഞ വാക്കുകളാണ്. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് FC മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ ഏകപക്ഷീയമായ ഒരു ഗോളിനായിരുന്നു പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. മത്സരത്തിന് ശേഷം നടന്ന സമ്മേളനത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഇവാൻ വുക്കോമാനോവിച്ച് പറഞ്ഞ വാക്കുകളാണ് ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത്. ആശാന്റെ വാക്കുകൾ ഇപ്രകാരം: സംഭവിച്ച എല്ലാ കാര്യങ്ങൾക്കും അപ്പുറം ഈ വർഷം എങ്ങനെ അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ചോ അങ്ങനെ തന്നെ ഞങ്ങൾ ചെയ്തു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബ്ലാസ്റ്റേഴ്സിലെ എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. കഴിഞ്ഞ കാലഘട്ടം പ്രധാനമായും ഞങ്ങളുടെ താരങ്ങളുടെ പരിക്കുകളും അവരുടെ അഭാവവും മറ്റെല്ലാ പ്രശ്നങ്ങളും ഒരു ടീം എന്ന നിലയിൽ വഴി കണ്ടെത്തി ഞങ്ങൾ ഒരുമിച്ച് മാനേജ് ചെയ്തു. പ്രത്യേകിച്ചും കഴിഞ്ഞ കാലഘട്ടത്തിലെ ലീഗിലെ മികച്ച ടീമുകൾക്കെതിരെ ഞങ്ങളുടെ താരങ്ങൾ ഇങ്ങനെ കളിച്ചതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു. പ്രധാന താരങ്ങളുടെ അഭാവത്തിൽ ഞങ്ങളുടെ സമീപനത്തിൽ വ്യത്യാസം വരുത്തുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ വർഷം ഇത്രയും മത്സരങ്ങൾക്കൊടുവിൽ ഇപ്പോഴുള്ള ഈ ഒരു വികാരം വളരെ മനോഹരമാണ്. പോസിറ്റീവായി മത്സരം അവസാനിപ്പിക്കാനും കുറച്ചു ദിവസത്തേക്കെങ്കിലും റാങ്കിംഗ് ടേബിളിൽ ടോപ്പറായി കാണാനും സാധിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഞങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. ഞങ്ങൾ വളരെ പിന്നിൽ നിന്നുമാണ് ഉയർന്നു വന്നത്. 2.5 വർഷം മുമ്പ് ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയപ്പോൾ ധാരാളം കാര്യങ്ങൾ എനിക്ക് മാറ്റേണ്ടി വന്നു. ഞങ്ങൾക്ക് യുവനിരയിൽ പ്രവർത്തിക്കേണ്ടി വന്നു. വെറും 19-20 വയസ്സുള്ള കുട്ടികൾ. ഇപ്പോൾ അവരുടെ പുരോഗമനത്തിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു. ഈ വർഷം നടന്ന നിരവധി പോസിറ്റീവായ കാര്യങ്ങളിലും ഞാൻ സന്തോഷിക്കുന്നു. കൂടാതെ ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. ഞങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. യുവതാരങ്ങളെ ടീമിനായി വളർത്തിയെടുക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഈ യുവതാരങ്ങളെ മെച്ചപ്പെടുത്തിയെടുക്കാൻ കഴിവുള്ള അനുഭവ സമ്പത്തുള്ള വിദേശ താരങ്ങളെ ടീമിലേക്ക് എത്തിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയെല്ലാമാണ് മത്സരശേഷം ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഇവാൻ വുക്കോമാനോവിച്ച് പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് മോഹൻ ബഗാന്റെ പരിശീലകൻ മത്സരത്തിന് ശേഷം പറഞ്ഞ വാക്കുകളിലേക്ക് ഒന്ന് കടക്കാം. ഞങ്ങളുടെ ടീമിൽ നിന്നും 8 താരങ്ങൾ പുറത്താണ്. ഞാനിപ്പോൾ എതിരാളികളെ കുറിച്ച് ചിന്തിക്കുന്നില്ല, മറിച്ച് ഞാൻ എന്റെ ടീമിനെ മാത്രം കുറിച്ചാണ് ചിന്തിക്കുന്നത്. എനിക്കറിയാം ഇതൊക്കെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണെന്ന്. പക്ഷെ പ്ലേയേഴ്സ് ഒക്കെ അവരുടെ മാക്സിമം തന്നെ കളിച്ചിട്ടുണ്ട്. പക്ഷെ സാഹചര്യം നല്ലതല്ലായിരുന്നു. അവർ അവരുടെ പരമാവധി ട്രൈ ചെയ്തിട്ടുമുണ്ട്. എല്ലാ മത്സരവും തോൽക്കുക എന്നതും എല്ലാ മത്സരവും വിജയിക്കുക എന്നതും വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. കൂടാതെ ഞങ്ങളുടെ അവസാന മത്സരങ്ങളിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ 3 താരങ്ങളെ നഷ്ടമാവുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യങ്ങളൊക്കെയാണ് മത്സരത്തിന് ശേഷം മോഹൻ ബഗാൻ പരിശീലകൻ ജുവാൻ ഫെറാൻഡോ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ബ്ലാസ്റ്റേഴ്സിന് ഒരു നിരാശ വാർത്ത എന്നത് രാഹുൽ കളിക്കാൻ ഇറങ്ങില്ല എന്നതാണ്. ഇന്നലത്തെ മത്സരത്തിൽ താരത്തിന് ഒരു യെല്ലോ കാർഡ് കിട്ടിയതിനെ തുടർന്ന് അടുത്തൊരു മത്സരത്തിൽ താരത്തിന് കളിക്കാൻ സാധിക്കുകയില്ല. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴെ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള ISL ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.